നമ്മുടെ ഒരു ദിവസത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന സമയമാണ് നമ്മുടെ പ്രഭാത സമയം. സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം സൂര്യോദയം നടക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ആ സമയം വളരെയേറെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന നേരമാണ് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളൊക്കെ ഏറെ ശ്രദ്ധ പുലർത്തിയ സമയമായിരുന്നു അത്. ഇന്ന് പല ആളുകളും സുബഹിക്ക് ശേഷം ആ സമയത്തെ അവഗണിക്കുകയും ചിലരെങ്കിലും കിടന്നുറങ്ങുകയും അതുപോലെ തന്നെ ഉറങ്ങാതെ ഇരിക്കുന്ന ആളുകൾ മറ്റു പല അനാവശ്യമായ കാര്യങ്ങളിലും നിസ്സാരമായ കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് ആ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതേ അവസരത്തിൽ ആ സമയം വലിയ ബറക്കത്തുള്ള സന്ദർഭമാണ്, ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ആ സമയത്ത് ഉറങ്ങാതിരിക്കാൻ കഴിയാത്തത്ര അവരുടെ ഡ്യൂട്ടിയുടെ സമയവും അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന ഉറക്കത്തിൻ്റെ വിശ്രമത്തിൻ്റെ സമയവുമൊക്കെ തുലവും കുറവായതിനാൽ ആ സമയം ഉറങ്ങാതെ നിവൃത്തിയില്ലായ്മ കൊണ്ട് ആ സമയത്ത് ഉറങ്ങുന്ന ആളുകളും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രശ്നമല്ല, ഒരു തെറ്റായ സംഗതിയൊന്നുമല്ല സുബഹിക്ക് ശേഷം ഉറങ്ങുക എന്നുള്ളത്. എന്നാൽ സമയവും സന്ദർഭവും സൗകര്യവുമൊക്കെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് സുബഹിൻ്റെ ശേഷമുള്ള സമയം അങ്ങനെ ഉറങ്ങിക്കഴിച്ചു കൂട്ടേണ്ടുന്നൊരു നേരമല്ല. മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ ഒരിക്കൽ ആ വീട്ടിലേക്ക് മഹാനായ അബൂവായിൽ റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വന്ന രംഗം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ആ പ്രഭാത സമയത്ത് തന്നെ എത്തിയ അദ്ദേഹം അനുവാദം കിട്ടിയിട്ടും വീട്ടിൻ്റെ അകത്തേക്ക് കയറാതെ ഒന്ന് മടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ചോദിക്കപ്പെട്ടു അദ്ദേഹത്തോട്, എന്താണ് നിങ്ങൾ വീട്ടിൻ്റെ അകത്തേക്ക് വരാത്തത് എന്ന്. അദ്ദേഹം ഉടനെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ മറുപടി, കുടുംബത്തിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടാവില്ലേ, വീട്ടിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടാവില്ലേ, അവർക്ക് ശല്യമാകണ്ട എന്ന നിലക്കാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാതിരുന്നത്. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യം നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം ഗൗനിക്കേണ്ടതുണ്ട്. അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, ലനൻതും ബി ആലി ഇബ്നി ഉമ്മി അബ്ദിൻ ഗഫ്ല. അഥവാ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെയാണോ വിചാരിച്ചിട്ടുള്ളത്? അവരിങ്ങനെ അശ്രദ്ധമായി നല്ല സമയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങുന്നവരാണെന്നാണോ താങ്കൾ ധരിച്ചു വെച്ചിട്ടുള്ളത്? എന്നിട്ട് അദ്ദേഹം തസ്ബീഹിൽ മുഴുകി സൂര്യൻ ഏതാണ്ട് ഉദിക്കുന്ന സമയമായപ്പോൾ വീട്ടിലുള്ള ഭൃത്യയോട് പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് നോക്കാൻ. അന്ന് സമയമൊന്നുമില്ലല്ലോ, വാച്ചൊന്നുമില്ലല്ലോ നോക്കാൻ. പുറത്തിറങ്ങിയിട്ട് സൂര്യോദയം കൃത്യമായി നടന്നിട്ടുണ്ടോ എന്ന് നോക്കി വരാൻ വേണ്ടി പറഞ്ഞു. പുറത്തിറങ്ങി നോക്കി വന്ന ഭൃത്യ സൂര്യൻ ഉദിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടില്ല എന്നറിയിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും ദുആകളിലും ദിക്റുകളിലും തസ്ബീഹുകളിലും മുഴുകി എന്നാണ് റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് വീണ്ടും ഭൃത്യയോട് അങ്ങനെ തന്നെ പോയി അന്വേഷിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ പൂർണ്ണമായും സൂര്യോദയം നടന്നു എന്നുറപ്പ് വരുത്തിയതിൻ്റെ ശേഷം അദ്ദേഹം മഹാനായന് ആ സഹാബി ഇപ്രകാരം പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അഖാലനാ യൗമനാ ഹാദാ വലം യുഹ്ലിക്നാ ബിദുനൂബിനാ. ഇതാ അദ്ദേഹം പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനെയുള്ള റബ്ബാണ്? അല്ലദീ അഖാലനാ യൗമനാ ഹാദാ, ഇന്നത്തെ ദിവസം നമുക്ക് ഹയാത്ത് നൽകിയ, ഈ ദിവസം നമുക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയവനാണ് എൻ്റെ റബ്ബ്, അവന് സർവസ്തുതിയും. വലം യുഹ്ലിക്നാ ബിദുനൂബിനാ, നമ്മുടെ പാപങ്ങൾ കൊണ്ട് അവൻ നമ്മെ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ലല്ലോ ഈ ദിവസം എന്നിങ്ങനെ ആ പ്രഭാതത്തിൽ, ആ ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്നത്തെ ദിവസം വളരെ സമൃദ്ധമായല്ലോ, ഇന്നത്തെ ദിവസം ഏറെ അനുഗ്രഹപൂർണമാണല്ലോ, ഇന്നത്തെ ദിവസം അള്ളാഹു നമ്മെ ശിക്ഷിക്കാത്ത നിലക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹം തന്നല്ലോ എന്നിങ്ങനെ മഹാനവറുകൾ പറഞ്ഞു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത് സഹോദരങ്ങളെ. ഇതിൽ നിന്ന് വളരെ കാര്യഗൗരവത്തോടുകൂടെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആ ഒരു സമയം നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും പള്ളിയിൽ തന്നെ സൂര്യോദയം വരെ ഇരിക്കും. സാധിക്കാത്ത ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സഹാബിമാരും അങ്ങനെ തന്നെയാണ്. അവർ വല്ലപ്പോഴുമൊക്കെ എന്ത് ചെയ്യും? പള്ളികളിൽ ഇരിക്കാൻ അവസരമില്ലെങ്കിൽ വീട്ടിലേക്ക് പോകേണ്ട കാര്യം വന്നാലോ അവർ വീട്ടിൽ പോയാലും കിടന്നുറങ്ങല്ല. ഇവിടെ സഹാബി വീട്ടിൽ പോയി, പക്ഷേ അദ്ദേഹം ഉറങ്ങിയില്ല. സൂര്യോദയം വരെ ഉറങ്ങാതെ തസ്ബീഹുകളിലും ദിക്റുകളിലും ദുആകളിലും മുഴുകി എന്നാണ് ഇവിടെ മഹാന്മാരായ
ആ സച്ചരിതരായ സഹാബത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് നല്ല ഓർമ്മശക്തി പ്രദാനം ചെയ്യപ്പെടുന്ന നേരമാണെന്നും അതുപോലെ തന്നെ നല്ല ചിന്താശക്തി അവൻ്റെ മനസ്സിൽ ഉണ്ടാവുകയും ഉന്മേഷം ഒരു ദിവസം മുഴുവനും നമുക്ക് ലഭിക്കുന്ന ദിവസമാണത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഏതാണ്ട് ഇളയുച്ചവരെ വളരെ വൈകുവോളം അദ്ദേഹം ദിക്റുകളിലും ദുആകളിലുമായി തന്നെ കഴിച്ചുകൂട്ടാറുണ്ട് എന്ന് മാത്രമല്ല, ശിഷ്യന്മാരോട് പലപ്പോഴും പറയാറുണ്ട്, ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്ത്? ഈ ദിക്റുകളും ദുആകളുമൊക്കെ, ഇങ്ങനെ ശ്രദ്ധാപൂർവമുള്ള ഈ ദിക്റുകളും ദുആകളുമൊക്കെ അതിനെക്കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണ്? ഇതെന്റെ പ്രഭാത ഭക്ഷണമാണ്, പ്രാതലാണ്, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. വലൗലം അതഗദ്ദ ഹാദൽ ഗിദാ, ഇതെങ്ങാനും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ സഖത്തു ഖുവ്വതി, ഈ ആഹാരം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ശക്തി ക്ഷയിക്കും എന്നിങ്ങനെ മഹാനവറുകൾ പറഞ്ഞു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാത നേരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച സന്ദർഭമാണത്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, മുത്തമുസ്തഫായുടെ പ്രാർത്ഥനയാണ്, എൻ്റെ സമുദായത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ, ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാത നേരത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എവിടേക്കെങ്കിലും ഒരു സൈന്യത്തെ നിയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പ്രഭാതത്തിൽ നോക്കിയിട്ടാണ് പുറപ്പെടുക. അതൊരു പ്രത്യേകമായ അനുഗ്രഹം ചൊരിയപ്പെടുന്ന നേരമായതുകൊണ്ട് മഹാനായ സഹാബി സഹർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം തൻ്റെ കച്ചവടത്തിന് വേണ്ടി പ്രഭാതത്തിൽ തന്നെ പുറപ്പെട്ടിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ സമ്പന്നനായി മാറുന്ന വിധത്തിൽ കച്ചവടത്തിൽ വലിയ ബറക്കത്തുണ്ടായി എന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തെ ഏറ്റവും കൂടുതൽ സഹാബിമാരത് കാര്യഗൗരവത്തോടുകൂടെ എടുത്തു എന്ന് പറയാൻ എന്താണ് കാരണം? മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അദ്ദേഹം തൻ്റെ മകൻ സുബഹിയുടെ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ, സുബഹിക്ക് ശേഷമുള്ള സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, മോനെ ഖും, എഴുന്നേൽക്ക്, അത്തനാമു ഫിസ്സാ, ഈ സമയത്താണോ നീ ഉറങ്ങുന്നത്? അല്ലത്തി തുഖസ്സമു ഫീഹിൽ അർസാഖ്, അല്ലാഹു അവൻ്റെ പ്രത്യേകമായ റിസ്ഖുകൾ ഓഹരി വെക്കപ്പെടുന്ന, വീതം വെക്കുന്ന, ഈ വിതരണം ചെയ്യുന്ന ഈ ഒരു സമയത്താണോ കിടന്നുറങ്ങുന്നത്? റബ്ബിനോട് ചോദിക്കേണ്ട നേരമല്ലേ ഇത്? ഈ സമയത്ത് കിടന്നുറങ്ങുകയാണോ എന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകണം. ചില പണ്ഡിതന്മാർ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രഭാത നേരത്തുള്ള ഉറക്ക് നമുക്ക് റിസ്ഖിനെ അത് തടയുന്നതാണ്. കാരണം എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിങ്കൽ നിന്നുള്ള റിസ്ഖിനെ തേടി പുറപ്പെടുന്ന നേരമാണത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്കത് നഷ്ടമായിക്കൂടാ. അത് ആ സമയത്തുള്ള ഉറക്കം ശാരീരികമായും നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാക്കും, അത് ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണങ്ങളോ അനിവാര്യമായ സന്ദർഭങ്ങളോ ഉണ്ടെങ്കിൽ അല്ലാതെ ആ സമയത്ത് ഉറങ്ങരുത് എന്നാണ് അവരൊക്കെ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, അങ്ങനെ ആ സമയത്ത് ഒരാൾ ഉറങ്ങിയെങ്കിൽ അതൊരു ഹറാമോ നിഷിദ്ധമായ കുറ്റകരമായൊരു സംഗതിയോ ഒന്നും ആണെന്നതിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത്. അതേ അവസരത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തിയാൽ നമുക്കൊരുപാട് ബറക്കത്തുകൾ ലഭ്യമാകുവാൻ കാരണമാകുന്ന ഒരു നേരമാണ് പ്രഭാത നേരം. അതുകൊണ്ട് ആ സമയത്ത് പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും ദുആകളിലും ദിക്റുകളിലും റഹ്മാനായ റബ്ബിനോട് ധാരാളമായി നമ്മുടേതായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടും അവനെ വാഴ്ത്തിക്കൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടുമൊക്കെയുള്ള കാര്യങ്ങളിൽ മുഴുകുകയാണ് ഏറ്റവും ഉത്തമമായ രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ അർത്ഥത്തിൽ ബറക്കത്തുകൾ നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യം തൗഫീഖ് നൽകി ആ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നവരിൽ, ആ സമയം വെറുതെ അലസമായി അനാവശ്യങ്ങളിലും അതുപോലെ തന്നെ അനിവാര്യമല്ലാതിരുന്നിട്ടും ഉറങ്ങുന്നവരുടെ കൂട്ടത്തിലും ഒന്നും പെടാതെ യഥാർത്ഥമായ ഒരു നല്ല ഒരു രീതി ആ സമയത്തെ സംബന്ധിച്ച് സ്വീകരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.